നെല്ലിക്കമ്പൊയിൽ നൈറ്റ് റൈഡേഴ്സ് എനിക്ക് ഹൈ എക്സ്പെക്ടേഷൻ ഉള്ള ഒരു സിനിമയായിരുന്നു. കാരണം എന്താ വെച്ചാൽ കുറെ കാലമായി നമ്മുടെ മാത്യൂസിന്റെ ഒരു നല്ലൊരു സിനിമ കണ്ടിട്ട്. മാത്യൂസിന്റെ കൂടെ വന്ന നെസ്ലൻ അടിച്ചടിച്ചടിച്ച് കയറി പോകുന്ന കണ്ടപ്പോൾ എനിക്ക് തോന്നാറുണ്ട്, മാത്യൂസിന്റെ കൂടെ സഹനടനായിട്ട് വന്ന നെസ്ലൻ കയറി പോകുമ്പോൾ നമ്മൾ മാത്യൂസിന് എന്താ പറ്റുന്നത് ഞാൻ ആലോചിക്കാറുണ്ടായിരുന്നു. അപ്പോ ആ ഇടയ്ക്കാണ് നല്ലൊരു കിഡിലൻ ഒരു ട്രെയിലർ കട്ട് കണ്ടത് നൈറ്റ് റൈഡേഴ്സിന്റെ. അത് വളരെ ടെംപ്റ്റിംഗ് ആയിരുന്നു. ആ സിനിമ കാണാൻ നമ്മളെ വളരെയധികം പ്രേരിപ്പിക്കുന്ന ഒരു ട്രെയിലർ കട്ട് തന്നെയാണ് നൈറ്റ് റൈഡേഴ്സിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ സിനിമ അത്രയും ഹൈ എക്സ്പെക്ടേഷനിലാണ് ഞാൻ കാണാൻ പോയത്. കുറെ കാലമായി ഇങ്ങനെ ഒരു കാണാൻ ഒരു പൂതിയോട് കൂടി ഒരു സിനിമക്ക് പോകുന്നത് ട്രെയിലർ കണ്ടതിന് ശേഷം. സിനിമ കണ്ടപ്പോൾ എനിക്ക് ഒരു ജസ്റ്റ് അബോവ് ആവറേജ് ഫീൽ ആണ് മൊത്തത്തിൽ കിട്ടിയത്. കാരണം മറ്റൊന്നുമല്ല, സിനിമ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്ന രീതി വളരെ നന്നായിട്ടുണ്ട്. ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുടെ പോരായ്മകൾ കാണിക്കാത്ത തരത്തിലാണ് ആ സിനിമയുടെ എക്സിക്യൂഷൻ നടന്നിട്ടുള്ളത്. സീൻ ബൈ സീൻ എന്താണോ അദ്ദേഹം ഉദ്ദേശിച്ച കാര്യങ്ങൾ വൃത്തിക്കെടുത്ത് വെക്കുന്നതിൽ സംവിധായകൻ വിജയിച്ചിട്ടുണ്ട്. പക്ഷെ ഈ സിനിമയിൽ സംഭവിക്കുന്ന ആ കഥയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒട്ടും രസകരമല്ലാത്ത രീതിയിലാണ് വന്നിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയതുള്ളത്. അതിൽ തന്നെ മെയിൻ ക്യാരക്ടർ ആയിട്ടുള്ള നമ്മുടെ മാത്യൂസിന്റെ ആ ഒരു ക്യാരക്ടർ ആർക്ക് തന്നെ നോക്കുന്ന സമയത്ത് വളരെ ഫ്ലാറ്റ് ആയിട്ട് പോകുന്ന ഒരു കഥാപാത്ര ശൈലിയാണ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ളത്. അത് ആ കഥാപാത്രത്തിന്റെ ആ ക്യാരക്ടർ ഡെവലപ്മെന്റിന് വേണ്ടി ഉപയോഗിക്കുന്ന ആ സീക്വൻസുകളിലുള്ള ആ ഒരു ഫ്ലോ ആണോ, അതായത് ആ ഒരു പോരായ്മയാണോ അതിന് കാരണമെന്ന് തോന്നുന്ന തരത്തിലാണ് സിനിമയിൽ ഉടനീളം മാത്യൂസിന്റെ ക്യാരക്ടർ എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് പേഴ്സണലി അങ്ങനെയാണ് തോന്നിയത്. പക്ഷെ സിനിമ ഞാനൊരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള തിയേറ്റർ തന്നെയാണ് കണ്ടത്. എന്നിരുന്നാലും നമ്മളൊരു ഹൊറർ കോമഡി ജോണർ എന്ന വിഭാഗത്തിൽ പരിഗണിക്കുന്ന സമയത്ത് ആ ഹൊറർ എലമെന്റ് പല ഏരിയയിലും വർക്കായിട്ടുണ്ട്. അതുപോലെ തന്നെ ഫസ്റ്റ് ഹാഫിലെ ഒരുപാട് കോമഡി വർക്കാവുന്നുണ്ടായിരുന്നു. ഈ ശരത് സഭയും നമ്മുടെ ആവേശത്തിലെ റോഷൻ അദ്ദേഹവും അതുപോലെ തന്നെ മാത്യൂസും വരുന്ന കുറച്ച് രംഗങ്ങളിലൊക്കെ കോമഡി നമുക്ക് വർക്കൗട്ട് ആവുന്നുണ്ട്. പക്ഷെ ഈ തിയേറ്ററിലുള്ള എക്സ്പെക്ടേഷൻ ഉണ്ടോ, നമ്മൾ ആ ട്രെയിലർ കട്ട് കാണുമ്പോൾ നമ്മൾ എന്താണോ സിനിമയിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന സാധനം അത് പ്രോപ്പറായിട്ട് ഡെലിവർ ആയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നിയത്. കുറച്ച് കാലങ്ങളായിട്ട് നമ്മൾ മലയാള സിനിമയിൽ മാടൻ, മർദ്ദയക്ഷി തുടങ്ങിയ സംവിധാനങ്ങൾ അല്ലെ, ആ ഒരു മിത്തുകളെ അല്ലെങ്കിൽ ആ കഥകളെ ബേസ് ചെയ്ത് ഒരുപാട് സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ബാക്ക്ഡ്രോപ്പിലുള്ള കഥ അല്ലെങ്കിൽ ഒരു സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച എലമെന്റ്സ് അതിലുണ്ട്. പക്ഷെ ആ എലമെന്റ്സ് കൂട്ടിക്കെട്ടുന്ന രീതി, അതിന് ഉപയോഗിച്ചിരിക്കുന്ന ആ തിരക്കഥയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ ഇംപ്രസീവ് അല്ലാത്ത രീതിയിലായിട്ടാണ് എനിക്ക് തോന്നിയത്. പിന്നെ സിനിമ ഭൂരിഭാഗം സമയത്ത് നടക്കുന്നത് രാത്രിയിലാണ്. അപ്പൊ രാത്രിയിലെ വിഷ്വൽസും കാര്യങ്ങളും എല്ലാം വളരെ മനോഹരമായിട്ട് തന്നെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒരു തുടക്ക സംവിധായകനാണെന്ന് തോന്നാത്ത തരത്തിൽ തന്നെയാണ് ആ നൈറ്റ് വിഷ്വൽസ് എല്ലാം വന്നിട്ടുണ്ട്. അതിൽ പറഞ്ഞ പോലെ തന്നെ ഈ തിരക്കഥയുടെ പോരായ്മ മാറ്റി നിർത്തി കഴിഞ്ഞാൽ സിനിമാറ്റിക് പാക്കേജ് ആയിട്ട് കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ജസ്റ്റ് ഒരു എബവ് ആവറേജ്, നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ ഒരു ഫീല് മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ അതിൽ ആശ്വാസകരമായിട്ട് തോന്നി എനിക്ക് മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ മ്യൂസിക് ചില ഏരിയയിലൊക്കെ നന്നായിട്ട് വന്നതായിട്ട് തോന്നി. അതിൽ തന്നെ ഒരു റാപ്പ് സോങ് വരുന്നുണ്ട്, നമ്മളെ വേടന്റെ റാപ്പ് സോങ് ക്ലൈമാക്സിനോട് അടുപ്പിച്ച ഒരു പോർഷനിൽ വരുന്നുണ്ട്. അത് വളരെ ഇംപ്രസീവ് ആയിട്ടാണ് എനിക്ക് അനുഭവപ്പെട്ടത്. എന്നിരുന്നാലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് മാത്യൂസ് കൺസിഡർ ചെയ്യുന്ന സിനിമകളെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ സിനിമയിൽ കുറച്ചുകൂടി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഓരോ ഭാഗങ്ങൾ അല്ലെങ്കിൽ ഓരോ സാഹചര്യങ്ങൾ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. ഇതിനു മുമ്പ് ഇറങ്ങിയ 2-3 സിനിമ അദ്ദേഹത്തിന്റെ അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായിട്ടില്ലെങ്കിലും ഇൻ കമ്പാരിസൺ ടു ദാറ്റ് ഈ സിനിമ കുറച്ചും കൂടി ആശ്വാസകരമായിട്ടുള്ള രീതിയിൽ വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഏറ്റവും വിജയിച്ചിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ട്രെയിലർ കട്ട് ചെയ്ത ആ പുള്ളിയാണ്. അദ്ദേഹം മാരക കട്ടിങ് ആണ് നടത്തിയിട്ടുള്ളത്. ആ ഒരു ട്രെയിലർ കട്ട് തന്നെ നമ്മളെ ഇതിലോട്ട് ആകർഷിക്കുന്ന തരത്തിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പിന്നെ കുറച്ചുകൂടി ആ കഥയിലും തിരക്കഥയിലും കുറച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് കുറച്ചുകൂടി രസകരമാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് എനിക്ക് പ്രധാന പോരായ്മയായിട്ട് തോന്നിയത് നമുക്ക് ഇതിലൊരു പ്രണയ സീക്വൻസ് അല്ലെങ്കിൽ നായികൻ അവർ തമ്മിലുള്ള റൊമാൻസ് കാര്യങ്ങൾക്ക് കുറച്ചുകൂടി ഇൻ ഡെപ്തിലുള്ള ഒരു ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ സിനിമ മറ്റൊരു തലത്തിലില്ല. അല്ലെങ്കിൽ സിനിമയിൽ സംഭവിക്കുന്ന മർമ്മപ്രധാനമായിട്ടുള്ള കാര്യം കൺവിൻസ്ഡ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലവ് സീക്വൻസ് കുറച്ചുകൂടി പ്രോപ്പർ ആയിട്ട്
തിരക്കഥ എഴുതി കഥ തിരക്കഥ പ്ലസ് സംഭാഷണം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നമുക്ക് ഈ സിനിമ കുറച്ചും കൂടി എൻഗേജ്ഡ് ആയിരുന്നു. ജസ്റ്റ് എബോവ് ആവറേജ് എന്നുള്ള നിലയിൽ നമുക്കൊരു 80 to 85% ഇൻട്രസ്റ്റിംഗ് ആവുന്ന തരത്തിൽ സിനിമ വന്നേനെ എന്നാണ് എനിക്ക് തോന്നിയത്. പിന്നെ അദ്ദേഹത്തിന്റെ കൂടെ നമ്മുടെ മാത്യൂസിന്റെ കൂടെ തന്നെ പ്രകടനത്തിലോട്ട് വരുമ്പോൾ ശരത് സഭ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നിയത്. അതുപോലെ തന്നെ പ്രൊഡക്ഷൻ ഡിസൈൻ, ഈ സിനിമ നടക്കുന്ന ആ ഗ്രാമത്തിന്റെ ഭംഗി, അത് നമുക്കൊരു ഇമാജിനറി വേൾഡ് അവർ ക്രിയേറ്റ് ചെയ്യുന്നതിൽ വിജയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നിയത്. പ്രൊഡക്ഷൻ ഡിസൈനും അതുപോലെ തന്നെ ക്യാമറ വർക്ക്, എഡിറ്റിംഗ്, ഈ തുടങ്ങിയ ടെക്നിക്കൽ സൈഡ്സ് എല്ലാം മനോഹരമായിട്ട് വന്നിട്ടുണ്ട്. എക്സ്ക്ലൂഡിങ് ആ ഒരു മേക്കിംഗ് പാർട്ടിലെ കഥയും തിരക്കഥയും കുറച്ചും കൂടി, കഥ നമുക്ക് വേണമെങ്കിൽ ഇത് കേട്ടു മറന്ന കഥ ആയിട്ട് തന്നെ പരിഗണിക്കുക എന്നുള്ളത്. ഡിറ്റക്റ്റീവ് ഉജ്ജ്വലനായിട്ടൊക്കെ ഒരു സിമിലാരിറ്റി പലയിടത്തും ഈ സിനിമയിൽ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് കഥ എന്നുള്ള കാര്യം നമ്മൾ മാറ്റി നിർത്തുകയാണെങ്കിൽ ആ ഉള്ള കഥ തന്നെ എൻഗേജിങ് ആയിട്ട് എടുക്കാവുന്ന തരത്തിലുള്ള സീക്വൻസസും അതുപോലെ തന്നെ സംഭാഷണങ്ങളിലും ഒരുപാട് ഫ്ലോസ് ഉള്ളത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ എനിക്ക് ഈ സിനിമ അനുഭവപ്പെട്ടത് ജസ്റ്റ് അബോവ് ആവറേജ് ഒരു എക്സ്പീരിയൻസ് ആണ്. എനിക്കൊരു ഹൈ എക്സ്പെക്ടേഷൻ ഉള്ളത് കൊണ്ടായിരുന്നിരിക്കാം ചിലപ്പോൾ എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടത്. നിങ്ങൾക്ക് ഈ സിനിമ കണ്ട സമയത്ത് എന്താണ് തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.